ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഇനി വരാൻ പോകുന്നൊരു ഭാഗത്തെക്കുറിച്ചാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചെമ്പനപ്പൂവിൽ രേവതിയോട് ഭയങ്കരമായിട്ട് തന്നെ ക്രൂരമായിട്ട് തന്നെ പെരുമാറുകയാണല്ലോ ചന്ദ്ര. എന്നിരുന്നാലും ഇതൊക്കെയാണെങ്കിലും ചന്ദ്രയ്ക്ക് ചെറിയൊരു സെൻറ്റിമെൻറ്റ്സ് ഒക്കെ തോന്നുന്നുണ്ട്. രേവതി ചന്ദ്രനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ചെറിയ ചെറിയ നിമിഷങ്ങളിലൊക്കെ ഒരു ചെറിയൊരു അറ്റാച്ച്മെൻ്റ് ഒക്കെ രേവതിയോട് ചന്ദ്രയ്ക്ക് തോന്നുന്നുണ്ട്. എന്നിരുന്നാലും മുഴുവനായിട്ട് രേവതി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ചന്ദ്രയ്ക്ക് സാധിക്കുന്നില്ല. കൂടുതലായും ശ്രുതി ഒരു പണക്കാരിയായിട്ടുള്ള മരുമോളാണ്. മാത്രമല്ല ശ്രീകാന്തിന്റെ ഭാര്യ വർഷയും അതുപോലെ തന്നെ നല്ല പണക്കാരിയാണല്ലേ. എന്നാൽ നമ്മുടെ രേവതി ആവട്ടെ പണമില്ല എന്നുള്ള പേരിലാണ് രേവതിയോട് ചന്ദ്രയ്ക്ക് ദേഷ്യവും വെറുപ്പും എല്ലാം ഉള്ളൂ. അത് തന്നെ മതിയില്ല, എന്തിനാ കൂടുതലല്ലേ. അപ്പൊ ഇങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ രേവതി ചന്ദ്ര തിരിച്ചറിയുന്നൊരു ഭാഗം നമ്മൾ കാത്തിരിപ്പുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മുടെ സച്ചിനെ ഏകദേശം സച്ചിയോടുള്ള ദേഷ്യങ്ങളൊക്കെ കുറേശ്ശെയാണെങ്കിലും ചന്ദ്രയ്ക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ഹോസ്പിറ്റലിൽ നമ്മുടെ രവിയേട്ടൻ കിടക്കുന്ന സമയത്ത്, സച്ചിയുടെ അച്ഛൻ കിടക്കുന്ന സമയത്ത് ചന്ദ്രയ്ക്ക് വേണ്ടി ഭക്ഷണങ്ങളൊക്കെ കൊണ്ടു കൊടുത്ത് സച്ചിയാണ്. മാത്രമല്ല മൊത്തത്തിൽ ചന്ദ്രനെ കുറച്ചും കൂടി കെയർ ചെയ്യുന്നത് സച്ചിയാണെന്നുള്ളൊരു തോന്നൽ. എന്നിരുന്നാലും കൂടുതൽ സ്നേഹം ശ്രുതിയോട് തന്നെയാണ്. എന്നാലും ചെറിയൊരു മാറ്റം ചന്ദ്രയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മാറ്റം തീർച്ചയായിട്ടും രേവതിയെ ചന്ദ്ര അക്സെപ്റ്റ് ചെയ്യുന്നൊരു ഭാഗം നമ്മൾ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്നല്ലേ, ചന്ദ്രന് ചെറിയൊരു ആക്സിഡന്റ് പറ്റുന്നുണ്ട്. ചന്ദ്ര ചെറുതായിട്ട് തെന്നി വീഴുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രയുടെ കാലിന് നല്ല രീതിയിൽ തന്നെ പരിക്ക് പറ്റുന്നുണ്ട് കേട്ടോ. കാലിന് മാത്രമല്ല കൈക്കും പറ്റുന്നുണ്ട്. ഈ സമയത്ത് ചന്ദ്രയ്ക്ക് തന്നെ കൊണ്ട് മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു സാഹചര്യം വരുന്ന സമയത്ത് ആദ്യം ശ്രുതിയോടാണ് പറയുന്നത്. കാരണം ശ്രുതിയാണല്ലോ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മരുമകൾ. അവർ ശ്രുതിയോട് പറയുന്ന സമയത്ത് ശ്രുതി ആദ്യമൊക്കെ ചെയ്തു കൊടുക്കും. പിന്നീട് ബ്യൂട്ടി പാർലറിൽ പോകണം, എനിക്ക് അവിടെയുണ്ട് ഇവിടെയുണ്ട് തിരക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ. ശ്രുതിയോട് പറയുമ്പോൾ ശ്രുതിയാണെങ്കിലും ഇതുപോലെ ശ്രുതിനെ പോലെ തന്നെ ആദ്യം കേൾക്കുന്നുണ്ട്. പക്ഷേ ശ്രുതിയും ഇതുപോലെ തന്നെ ശ്രുതിനെ പോലെ തന്നെ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് സച്ചിയും രേവതിയോട് ചന്ദ്രയ്ക്ക് പറയണമെന്നുണ്ടെങ്കിലും തനിക്ക് ഇഷ്ടമല്ലാത്ത മരുമകളായതുകൊണ്ട് തന്നെ താൻ ഇത്രയും അകത്ത് നിർത്തിയതുകൊണ്ട് രേവതി തന്നെ നോക്കുമോ എന്നൊരു സംശയമൊക്കെ ചന്ദ്രയ്ക്കുണ്ട്. എന്നിരുന്നാലും നമ്മുടെ രേവതി എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചന്ദ്ര ആവശ്യപ്പെടാതെ തന്നെ ചന്ദ്രയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ആദ്യം മുന്നിട്ട് വരുന്നുണ്ട് രേവതി. ആ സമയത്ത് നീ എന്നെ നോക്കണ്ട, എന്നെ നോക്കാൻ എൻ്റെ മൂത്ത മരുമകളുണ്ട്, എൻ്റെ ശ്രുതിയുണ്ട്, അവളാണ് എന്നെ കൂടുതൽ സ്നേഹിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ശ്രുതിയുടെ ഈ പെരുമാറ്റം കാണുമ്പോഴത്തേക്കും ശ്രുതിയിലുള്ള ആ ഒരു പ്രതീക്ഷ ചന്ദ്രയ്ക്ക് നഷ്ടപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചന്ദ്രയെ നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് രേവതി വരുന്നത്. അങ്ങനെ നമ്മുടെ രേവതിയാണ് കേട്ടോ ചന്ദ്രയുടെ കാര്യങ്ങളെല്ലാം നോക്കി ചന്ദ്രയ്ക്ക് കൃത്യസമയത്ത് ഭക്ഷണവും മരുന്നും എല്ലാം കൊടുത്ത് നല്ല രീതിക്ക് ആരോഗ്യത്തോട് കൂടി തന്നെ ചന്ദ്രയെ തിരികെ കൊണ്ടുവരുന്ന രേവതി തന്നെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് രേവതി അത്രയോ താൻ വിഷമിപ്പിച്ചിട്ടും വെറുത്തിട്ടും തന്നെ സ്നേഹിച്ചത്, തന്നെ ശുശ്രൂഷിച്ചത് രേവതിയാണ്. അപ്പൊ ഈ സമയത്ത് താൻ ചെയ്ത തെറ്റുകൾക്കും താൻ രേവതിനെ ദ്രോഹിച്ചതിനും എല്ലാം തന്നെ രേവതിയോടായിട്ട് ചന്ദ്ര മാപ്പ് പറയുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് ചെമ്പനപ്പൂവിൽ വരാനിരിക്കുന്നതാണ്. എന്തായാലും നമുക്ക് കാട്ടിൽ നിന്ന് കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.